പയ്യൻ വന്നിട്ട് പറയാം, സാർ എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ലൈനുണ്ട്, എനിക്ക് മാത്രം ലൈനില്ല. ഞാൻ ജിമ്മിൽ പോകണോ, മസിൽ വരാൻ പ്രോട്ടീൻസ് കഴിക്കണോ, ക്രിയാറ്റിൻ കഴിക്കണോ, ഇതൊക്കെയാണ് ഇവര് വന്ന് എന്നോട് ചോദിക്കുന്നത്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത് 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെ. ആ സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചുകൾ വളരെയാണ്. മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവളും അതിൻ്റെ ഉള്ളിൽ മനസ്സിൽ വലിയ കോട്ട കെട്ടി. ശരിക്കും പറഞ്ഞാൽ ഷീ ഈസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ജീവൻ വെച്ചിട്ടാണ് നമ്മൾ ജീവൻ ശരിക്കും ഒരു ദിവസം 6 പേരുടെ ജീവനാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജലദോഷവും പനിയും ഓടിപ്പോയി ഡോക്ടറെ കാണാനായിട്ട് ഇവർക്ക് യാതൊരു മടി. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ വരൂല. വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ 15% ആൾക്കാർ സൂയിസൈഡ് ചെയ്യാം. വിഷം കുടിക്കുകയോ ചിലർ ഹാങ് ചെയ്യുകയോ. അപ്പൊ വെറുതെ ഇരുന്ന് കരയുന്ന ഒരാൾ വിഷാദ രോഗമല്ല. ഈ ഡിപ്രഷനും ബൈപ്പോളറൊക്കെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. നിരവധി മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ പാനലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ലേക്ഷർ ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള സേവ്യ ഡോക്ടറാണ്. ഹായ് ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഈ ഒരു 2025 ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്ന് പറയുമ്പം അവിടെയും ഒരു സ്റ്റിഗ്മ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ശരിക്കും നമ്മൾ എത്ര ഭയത്തോടു കൂടിയാണ് കാണേണ്ടത്? ശരിക്കും ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഇത്രയും നാളായിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഈ സ്റ്റിഗ്മ, മുദ്രകുത്തൽ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ, എന്നെ ലാസ്റ്റ് ഞാൻ കണ്ട പേഷ്യൻ്റ് പോലും ഞാൻ പിന്നെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞ അമ്മയാണ് കൊണ്ടുവന്നത്. അവർ പോയി. ശരിക്കും പറഞ്ഞാൽ ഷീ ഈസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. സിവിയർ ഡിപ്രഷൻ വിത്ത് സൂയിസൈഡ് ഈസ് വെരി കോമൺ പ്രോബ്ലം. ഇത് ഡെയിലി നമ്മുടെ കേരളത്തിൽ 5-6 പേര് വരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പ്രിവെൻറ്റബിൾ ആണ്, കംപ്ലീറ്റ്ലി ട്രീറ്റബിൾ ആണ്. പക്ഷേ ഈ സ്റ്റിഗ്മ എന്ന് പറഞ്ഞ മാഡം ചോദിച്ച സെയിം പ്രോബ്ലമാണ് ഇവരെ എല്ലാം തന്നെ. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്നും ഇതിന് അവരെ സഹായിക്കാൻ പറ്റുമെന്നും ഇതിൽ നിന്ന് 100% അല്ലെങ്കിൽ 200% വരെ നമുക്ക് ചികിത്സിച്ച് മാറ്റാമെന്നുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ജനങ്ങൾക്ക് ഇല്ല. ഡോക്ടർ, സാധാരണ ആളുകൾ അവരുടെ ഡെയിലി ലൈഫിൽ നെഗ്ലക്ട് ചെയ്ത് കളയാറുള്ള മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഏറ്റവും ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ 142 കോടി ജനങ്ങളുണ്ട്. അതിൽ ഒരു 30% തൊട്ട് 40% ആൾക്കാർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. അത് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്, കൗൺസിൽ ചെയ്ത് വിടുന്നവരുണ്ട്, തെറാപ്പി ഉണ്ട്, മരുന്ന് വരെ ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ലോകത്തുള്ളത് ഡിപ്രഷൻ തന്നെ, വിഷാദ രോഗം. അതൊരു 30% ഉണ്ട്. അതിപ്പോൾ ഈ ക്രോണിക് ഇൽനെസ് ഉള്ള, ഇപ്പോൾ ലേക്ഷർ പോലുള്ള ആശുപത്രി ക്രോണിക് ഇൽനെസ് ഉള്ളവരുണ്ട്, ഡയബറ്റിക് അൺകൺട്രോൾഡ് ഉണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്. അതുപോലെ ഈ ഇന്നത്തെ ജനറേഷനിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന യങ് ജനറേഷനിൽ പേരൻസായിട്ടൊന്നും ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. അപ്പം ഈ മാനസിക പ്രശ്നങ്ങൾ വളരെ കൂടുതലാണെങ്കിലും അത് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും നല്ല വഴി ഞാൻ 3 ശരിയാണ്. ഒന്ന്, ഒരാൾ സാധാരണ ഒരു മനുഷ്യന് ഉറങ്ങേണ്ട സമയം 6 to 8 hours. 6 to 8 hours ഉറങ്ങുന്നില്ല ഡ്യൂ ടു സം റീസൺ, വെദർ ഇറ്റ് ഈസ് ആൻസൈറ്റി, സ്ട്രെസ് കൊണ്ടോ, ആൻസൈറ്റി കൊണ്ടോ, ഡിപ്രഷൻ കൊണ്ടോ, പേടി കൊണ്ടോ, ഭയം കൊണ്ടോ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കിട്ടിയിരുന്ന മെസ്സേജ് കൊണ്ടോ. സെക്കൻഡ് ഈസ് നോട്ട് ഈറ്റിംഗ് പ്രോപ്പർലി, ബയോളജിക്കൽ ഫങ്ഷൻസ് ഡിസ്റപ്റ്റ് ചെയ്യുക. പിന്നെ സോഷ്യലൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഒതുങ്ങിക്കൂടി ഒരു മുറി കയറി വാലടച്ചിരിക്കും. ഇത് തുറന്നു പറയാനായിട്ട് അച്ഛനും അമ്മയും കേട്ടാൽ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഭയം. അതുകൊണ്ട് 3ാമത് ഇവർ ജോലിക്ക് പോകാണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്കൂളിലോ റെഫ്യൂസ് ടു ഗോ ടു സ്കൂൾ. ചെറിയൊരു സംഭവം സ്കൂളിലുണ്ടായി, ആരെങ്കിലും കളിയാക്കുകയോ, ഏതൊരു സ്ത്രീയായിട്ട് ബന്ധം അല്ലെങ്കിൽ ഒരു കൂട്ടുകാരത്തി വേണ്ടെന്ന് പറയും. അപ്പോൾ കൂട്ടുകാരെ എന്നെ കളിയാക്കുമോ, അതുകൊണ്ട് ഇനി എൻ്റെ പേര് പോയില്ലേ, ഇനി ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ മോശ രീതിയിൽ കാണൂല്ലേ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, അങ്ങനെ വീട്ടിലിരിക്കുക. അപ്പോൾ ഒക്യുപേഷണൽ ഫങ്ഷൻ ഓർ ഡിസ്ട്രപ്ഷൻ ഇൻ 3 ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്. 1 ബയോളജിക്കൽ ഫങ്ഷൻ, 2 സോഷ്യൽ ഫങ്ഷനിങ്, ആൻഡ് 3
ഈ ഒക്കുപേഷൻ ഫങ്ഷൻ. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നില്ല, അപ്പോൾ അവരെയൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വർഷം തന്നെ മേ ബി ഐ ഹാവ് ഗിവൺ കോളേജിലും ബാങ്കുകളിലും ഈവൻ മനോരമയിലും പല സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഓയിൽ, ഷിപ്പ് യാർഡ് അങ്ങനെ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ എല്ലാ ആഴ്ചയിലും പോകാറുണ്ട്. അപ്പോൾ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എനിക്കും വരും സ്ട്രെസ്സുണ്ട്. പക്ഷേ അത് സന്തോഷത്തോടു കൂടെ അഭിമുഖീകരിക്കാനാണ് പലർക്കും അറിയാൻ പാടില്ലാത്തത്. ഇപ്പോൾ രോഗികൾ വരുന്നു, അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അവർക്ക് കോവിഡ് ഉണ്ടാകാം, അവർക്ക് എന്തെങ്കിലും സീരിയസ് പ്രോബ്ലം ഉണ്ടാകും. എപ്പോഴും ഡോക്ടർമാർക്കും ഏതെങ്കിലും ഒരു സീരിയസ് പേഷ്യൻ്റ് നമ്മുടെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ അഡ്മിറ്റ് ചെയ്ത ഡോക്ടറിന് ഉറക്കം ഉണ്ടാകത്തില്ല. കാരണം അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചിന്ത എപ്പോഴും 24 hours 365 days ഡോക്ടേഴ്സിനുണ്ടാവും. അതൊരു സ്ട്രെസ്സാണ്. പക്ഷേ എല്ലാ ഡോക്ടേഴ്സിനും അതുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആ മീറ്റിങ്ങൊക്കെ കൂടുമ്പോൾ പറയായിരുന്നു, പേഷ്യൻ്റ് രക്ഷപ്പെട്ടു പോയാൽ അവരെല്ലാം ദൈവത്തിനോട് നന്ദി പറയും, പേഷ്യൻ്റ് മരിച്ചു പോയാൽ ഡോക്ടറെ കുറ്റവും പറയും. അങ്ങനെ ഒരു കാലഘട്ടമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്സിഡൻറ്റിലൊക്കെ പറ്റി കഴിഞ്ഞാൽ ആ ആളെ ഇന്നലെ ഒരു ആംബുലൻസ് ഡ്രൈവറും മറ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടിയാണ് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് ഡോക്ടറും നഴ്സുമാരും ഓപ്പറേഷൻ തിയേറ്ററും എല്ലാം കൂടിയാണല്ലോ. അതിന് ഏറ്റവും നല്ല മെൻ്റൽ ഹെൽത്ത് കെയർ ഗീവേഴ്സ്, സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും കൗൺസിലേഴ്സും OT, അനസ്തീഷ്യൻ, നേഴ്സ്, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഒരാളെ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ശരിക്കും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ക്രിക്കറ്റർ BMW കാർ ഓടിച്ചു പോയി ആക്സിഡൻ്റ് ഉണ്ടായി. പക്ഷേ പുള്ളി രക്ഷപ്പെട്ട് കഴിഞ്ഞ് പുള്ളി UK പോയി 100 അടിച്ചപ്പോൾ പുള്ളിയുടെ ഡിറ്റർമിനേഷനും കൊണ്ടാണ് എന്ന് മാത്രമേ ഇവിടെ അറിയപ്പെടുന്നുള്ളൂ. ശരിക്കും ആ ആംബുലൻസ് ഡ്രൈവർ മുതൽ എല്ലാവരും കെയർ ഗിവേഴ്സാണ്, ഹെൽത്ത് കെയർ ഗിവേഴ്സാണ്. സൈക്കോളജിസ്റ്റ് ആയാലും സോഷ്യൽ വർക്കറായാലും നഴ്സുമാരായാലും ഡ്രൈവർമാരായാലും OT ടെക്നീഷ്യൻസ് ആയാലും എല്ലാം കൂടി ഒരുമിച്ചാണ് അദ്ദേഹത്തിനെ രക്ഷിച്ചത്. ക്രെഡിറ്റ് പോകുന്നത് ഓൺലി ഫോർ ഹിം, പിന്നെ പോകുന്നത് ദൈവത്തിനും. രക്ഷപ്പെട്ടു വന്നാൽ ദൈവം രക്ഷിച്ചു എന്ന് പറയും. ഡോക്ടേഴ്സിനും ഈ പറഞ്ഞമാരെ നഴ്സുമാർക്കോ സൈക്കോളജിസ്റ്റിന് സാധാരണ മനുഷ്യർ ഒന്നും വകവെക്കാറുമില്ല. ഇന്ന് ഞാൻ പ്രത്യേകത പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ഡോക്ടറിൻ്റെ കുറ്റമാണ്, നിങ്ങളത് പറഞ്ഞത് കൊണ്ടാണെന്ന് പറയുന്ന ഒരു പ്രവണത നമ്മുടെ ജനങ്ങളിലുണ്ട്. അത് മാറ്റിയേ പറ്റുള്ളൂ. സൈക്കാട്രിയും സൈക്കോളജിയും ഒക്കെ എപ്പോഴും തോറ്റു പോകുന്നത് ഒരു മനുഷ്യൻ മരിക്കണമെന്നെടുക്കുന്ന ഒരു തീരുമാനത്തിന് മുമ്പിലാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ഡിപ്രഷൻ വരുന്ന ആളുകളെ ശരിക്കും എത്ര സീരിയസ് ആയിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്? തീർച്ചയായും അത് കണക്കുകൾ വെച്ചാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ 100%, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 കൊല്ലമായി, 100% ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു നല്ലതെന്ന് പറഞ്ഞാൽ അസുഖം അനുഭവിക്കുന്നവർക്കൊരു വിഷമം ഉണ്ടാവുമെങ്കിലും ട്രീറ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ ബെറ്ററായി കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം നല്ല ട്രീറ്റബിൾ കണ്ടീഷനാണ് ഒന്ന്. രണ്ടാമത്, വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ 15% ആൾക്കാർ സൂയിസൈഡ് ചെയ്യാം. അതാണ് കണക്ക്. അതാണ് മനുഷ്യർ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു 6 മാസമാണ് ഈ ഡിപ്രഷൻ്റെ ഒരു കാലാവധി. അപ്പം ഈ ആദ്യത്തെ ഒരു സമയങ്ങളിൽ ഇവർ ഹിഡനായിട്ട് മനസ്സിലെ പ്രയാസങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്ന് പ്ലാൻ ചെയ്ത് ചിലവർ വിഷം കുടിക്കുകയോ ചിലവർ ഹാങ് ചെയ്യുകയോ ചിലവർ പല പല മെത്തേഡ്സും, ജമ്പ് ചെയ്യുക, സൂയിസൈഡ് ബൈ ഹാങ്ങിങ്, പോയ്സണിങ്, അങ്ങനെ പല മെത്തേഡ്സുകൾ അവർ ഉപയോഗിക്കും, ഡ്രഗ് അബ്യൂസ്. അപ്പം വിഷാദം എന്ന് പറഞ്ഞ രോഗത്തിന് 15% കമ്മിറ്റ് സൂയിസൈഡ്. അപ്പം അതുകൊണ്ട് അത് നേരത്തെ ഇത് സീരിയസ് ആയിട്ട് നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുണ്ട്. അപ്പോൾ വെറുതെ ഇരുന്ന് കരയുന്ന ഒരാൾ വിഷാദ രോഗമല്ല. അയാളുടെ ജീവിതത്തിൽ ഇപ്പോൾ പല്ല് തേക്കാൻ തോന്നുന്നില്ല, കുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ചില അമ്മമാർ പറയും എനിക്ക് മക്കൾക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര ക്ഷീണമായി പോകുന്നു. പിന്നെ ചിലവർ പണ്ടൊക്കെ ഈ കടുകൊക്കെ പൊട്ടിച്ച് പൊട്ടലും ചീറലും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരും. ഇപ്പം അതും വരുന്നില്ല സാർ. ഇപ്പം എൻ്റെ പോലെ ഒരു അമ്മ ഉണ്ടാകാതെ ഇരിക്കട്ടെ, കാരണം അത്രമാത്രം ഒരു
യൂസ്ലെസ്, വർത്ത്ലെസ്, ഹോപ്പ്ലെസ് ആണ് ഞാൻ. എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല, ഈ ഡോക്ടറിനും എന്നെ രക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് കളയാം എന്ന് പറയുന്ന ഈ അസുഖത്തിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ഉന്മേഷം ഉണ്ടാകുന്ന വസ്തുക്കളുടെ ലെവൽസ് 5-HT, നോറെപ്പിനെഫ്രിൻ, ഡോപ്പാമിൻ, ഇങ്ങനെയുള്ള ലെവൽസ് വളരെ കുറവായി പോകും. നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അത്ര മോശമായി കഴിഞ്ഞാൽ മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെ ബെറ്റർ, എത്ര കൗൺസിൽ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ സൂയിസൈഡൽ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കണം അവരുടെ മീൻസ് ഓഫ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ബ്ലേഡ്, കത്തി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. ഏറ്റവും നല്ലത് അവരെ ഉറക്കി കിടത്തുന്നത് തന്നെയാണ്. 2 ദിവസമോ 3 ദിവസം സെഡേഷനാണ് നല്ലത്. ഉറങ്ങി കിടക്കുന്ന ഒരാൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ലല്ലോ. എഴുന്നേറ്റ് പതുക്കെ വരുമ്പോൾ എന്തിനാണ് ഇത് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും. മറ്റേതൊരു ഇമ്പൾസീവായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. ഡോക്ടർ, ഈ ഡിപ്രഷൻ വരുന്ന, എസ്പെഷ്യലി ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡിപ്രഷൻ വരുന്ന ആളുകൾ, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും അവർ ബ്ലെയിം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ പെർട്ടിക്കുലർ വ്യക്തി കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കേണ്ട വന്നത് എന്നൊക്കെ. ശരിക്കും പ്രശ്നം എപ്പോഴും കിടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ? മറ്റൊരാളെ നമുക്കവിടെ ഒരു സാഹചര്യമായിട്ട് മാത്രം കാണാനല്ലേ പറ്റൂ? സാധാരണ ഇന്നലെ വന്ന കേസാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഫ്ലൈയിങ് ഓഫീസറാണ്, ലേഡി. അപ്പം അവർ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ചില ജോലിയിൽ ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടായപ്പോൾ സപ്പോർട്ട് ചെയ്ത ഒരു ബോയ്, അദ്ദേഹത്തായിട്ടാണ് ഇവരുടെ മനസ്സിൽ ബന്ധമുണ്ടായി. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും ഈ അവർക്ക് കൊടുത്ത ഇമോഷണൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട് ഒക്കെ ആയിട്ട് ആ കുട്ടി വലിയ പ്രതീക്ഷകളോട് മുന്നോട്ട് പോകാൻ. ഇവൻ്റെ മനസ്സിലിരിക്കുന്നത് വേറെയൊക്കെയാണ്. അത് നോർത്ത് ഇന്ത്യനാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൾച്ചറും നമ്മളുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചർ ഡിഫറെൻ്റാണ്. അവനിവിടെ നിൽക്കുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കണം, അതിനുശേഷം ഒരു കാറ് വാങ്ങിക്കണം, അപ്പോൾ അതിനു വേണ്ടി ഒരു 6 മാസം 7 മാസം ഇവിടെ നിൽക്കണം. ഇതൊക്കെയാണ് അവൻ്റെ പ്രയോറിറ്റീസ്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിലോട്ട് പോയി. അപ്പോൾ ഈ കുട്ടി ഇവിടെ കൊച്ചിയിൽ ഇങ്ങനെ സ്റ്റക്കായി പോയി. അപ്പോൾ ഈ കുട്ടിക്ക് പേരൻസിൻ്റെ സപ്പോർട്ടോ ജോലി സ്ഥലത്തുള്ള സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിക്ക് വിഷമമുള്ള കാലഘട്ടത്തിൽ ഈ ബോയ് ആയിരുന്നു സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്നലെ ആ കുട്ടിയോട് പറഞ്ഞിരുന്നതാണ്, ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഫ്രം അതേഴ്സ്. അവൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവളും അതിൻ്റെ ഉള്ളിൽ മനസ്സിൽ വലിയ കോട്ട കെട്ടി, അവൻ്റെ കൂടെ ഒരു ജീവിതം, അവൻ്റെ കൂടെ ഒരു ഇത്. പക്ഷെ അവൻ്റെ പ്രയോറിറ്റീസ് വേറെ ഇതായിപ്പോയി. അങ്ങനെ അവർ പോയി. ഇതുപോലെയുള്ള പേഷ്യൻസാണ് എന്നെ കാണാൻ പറ്റും. ഇപ്പോൾ UK ഒരു ഫാഷൻ ഡിസൈനർ, മാസ്റ്റേഴ്സ് ഇൻ ഫാഷൻ ഡിസൈൻ. ആ കുട്ടിക്കും പെൺകുട്ടികളുടെ ഇഷ്ടമാണ്. ചില പെൺകുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ അവരപ്പം തന്നെ മനസ്സിൽ ഒരു കുടുംബജീവിതം, ഒരു ഫാമിലി, കുട്ടിയൊക്കെ പ്ലാൻ ആവും. ആൺകുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെദർ ഐ ആം ഫിനാൻഷ്യലി ഓക്കെ ടു സപ്പോർട്ട് എ ഫാമിലി. അപ്പം ശരിക്കും പറഞ്ഞാൽ അവനൊരു IT പ്രൊഫഷണലാണ്. ജർമ്മനിയിൽ, ഈ കുട്ടി UK നിന്ന് ഇത്രയും വലിയ ജോലി കിട്ടുക, ജർമ്മനിയിൽ പോയി അവൻ്റെ കൂടെ ജീവിക്കാമെന്ന് പ്രതീക്ഷിച്ച് ചെന്നപ്പോൾ അവൻ പറയണേ, ഐ ആം നോട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ, സോ ഗീവ് മീ 1 year 2 year. ഇപ്പോൾ വീട്ടിൽ നിന്ന് പ്രഷർ വരും പെൺകുട്ടികൾക്ക്, നീ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടന്നു പോയാൽ വയസ്സ് കയറി പോകൂലേ. അപ്പോൾ അങ്ങനെ പ്രഷറൊക്കെ വരുമ്പോൾ അവർ ഓൾമോസ്റ്റ് സെപ്പറേഷൻ്റെ അങ്ങനെയാണ്. ഒരു മെച്യൂർ പീപ്പിൾ സ്റ്റാർട്ട് സെപ്പറേറ്റിങ്. പിന്നെ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നോട് വന്ന് ഒരു പേഷ്യൻ്റ് ഒരു പയ്യൻ വന്നിട്ട് പറയാം, സാർ എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ലൈനുണ്ട്, എനിക്ക് മാത്രം ലൈനില്ല, എന്താണെങ്കിലും കുഴപ്പം സാർ, ഒന്ന് പോയി ചികിത്സിക്കാവും. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഞങ്ങളുടെ കാലത്തൊക്കെ മൊബൈൽ ഫോണും ഇല്ല, ലൈനും ഇല്ല, നമ്മുടെ മനസ്സിൽ മാത്രം കുറേ പെൺകുട്ടികളുണ്ട്, അതും വെച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ലൈൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവന് മാത്രം ലൈനില്ലെന്ന് പറഞ്ഞ് അവൻ വന്നിരിക്കുകയാണ്. ഞാൻ ജിമ്മിൽ പോകണോ, മസിൽ വരാൻ പ്രോട്ടീൻസ് കഴിക്കണോ, പ്രോട്ടീൻ കഴിച്ചാൽ എന്താണ്, ക്രിയാറ്റിൻ കഴിക്കണോ, ഇതൊക്കെയാണ് ഇവന് വന്ന് എന്നോട് ചോദിക്കണേ. ഇന്ന് ചോദിച്ച ചോദ്യമാണ് ഞാൻ പറയുന്നത്. മസിൽ വേണം, എന്നാലേ പെണ്ണ് നോക്കുകയുള്ളൂ,
ഇതൊക്കെയാണ് ആൺകുട്ടികളുടെ മനസ്സിൽ കൊണ്ടുപോയി നടക്കുന്ന. അതുകൊണ്ട് ഇപ്പോൾ ജിമ്മിൽ പ്രോട്ടീൻ തിന്നാനും ഒക്കെ ഭയങ്കര തിരക്കാണ്. അതേസമയം ഞാൻ പറഞ്ഞാ കോഴി ഇടുന്ന മുട്ടയാണ് ഏറ്റവും നല്ലത്. കോഴി ഇടുന്ന മുട്ടയെന്ന് പറഞ്ഞാൽ അതിനകത്ത് നാച്ചുറൽ പ്രോട്ടീൻ, ആൽബുമിൻ ഉണ്ട്, യെല്ലോനാണ്, ആവശ്യത്തിനുള്ള ഫാറ്റും ഇതൊക്കെയുണ്ട്. അതാണ് നമ്മൾ ഒരു മുട്ടയെങ്കിലും മിനിമം ഒരു മനുഷ്യർ കഴിക്കണം. ഒരു മുട്ട, ഒരു കോഴി അരമുട്ടയായിട്ട് ഇടാറില്ല, 3 മുട്ട ഇടാറില്ല. ഒരു മുട്ട ഇട്ടാൽ അത് ധൈര്യമായിട്ട് കഴിച്ചപ്പോൾ ഡോക്ടർമാർ ഒന്നും പറയത്തില്ല. അതുമല്ല, ഈ പ്രോട്ടീൻ, പെപ്സിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാവോ? അതിനുള്ളിൽ കുറേ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട്. പെപ്സിയുടെ അകത്ത് ഇഷ്ടമായ കീടനാശിനികളുണ്ട്, പ്രിസർവേറ്റീവ്സ്. അതുപോലെയുള്ളതല്ല ഈ പ്രോട്ടീനും ചീത്താണ്ടിരിക്കണ്ടേ. നമ്മുടെ മുട്ടയാണെങ്കിൽ അത് പൊട്ടിച്ച് ആ തൊണ്ടേ ഉള്ളൂ, തൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അതിന് മണമൊക്കെ വരാൻ തുടങ്ങും. അത് ദാറ്റ് മീൻസ് ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. സോ ഐ വാസ് ടെല്ലിങ് ഹിം ദിസ് ഈസ് ബെസ്റ്റ്. യു ടേക്ക് 1 മുട്ട or 2 or 3, that will give you good strength. കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇവർക്ക് അങ്ങനെയല്ല, പെട്ടെന്ന് തടി വെക്കണം. ക്രിയാറ്റിനൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി, ലിവറിനൊക്കെ ലോഡ് വരൂലേ. അത് ഈ പിള്ളേരൊന്നും മനസ്സിലാക്കുന്നില്ല. ഇഫ് എ പേഴ്സൺ ഹാസ് എ ഡയബറ്റീസ് അല്ലെങ്കിൽ ഒരു ട്യൂബർക്കുലോസിസ്, വളരെ മോശം സ്ഥിതിയാണെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാം. അത് ഡോക്ടറോട് ചോദിച്ചാൽ മതി. ഡോക്ടർ തന്നെ എൻഷുർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്, ബി പ്രോട്ടീൻ ഉണ്ട്, ഡി പ്രോട്ടീൻ ഉണ്ട്, പല പ്രോട്ടീൻസും. ഇത് കൊടുത്തിട്ട് അവൻ്റെ ഹെൽത്ത് ബെറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നാച്ചുറൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് നല്ലത്. ജിമ്മിൽ പോണവർക്കിടെ ഒരു ട്രെൻഡ്, പ്രോട്ടീൻ കഴിക്കണം, പ്രോട്ടീൻ വേണ്ട. നമ്മുടെ പയർ, കടല, പീസ്, പരിപ്പ്, ഇതെല്ലാം തലേദിവസം ചുമ്മാ വെള്ളത്തിലിട്ട് വെക്കാം. പിറ്റേ ദിവസം ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് സൂപ്പായിട്ട് കുടിച്ചാൽ മതി. അത്രയും നല്ല പ്രോട്ടീൻ ഇല്ല. ഡോക്ടർ, ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന് ശരിക്കും ഒരു ലൈഫ് കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ജനനം മുതൽ മരിക്കുന്ന വരെയുള്ള ഒരാളുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും. ഇപ്പം നമ്മൾ പലപ്പോഴും ആളുകളെ കാണുമ്പോൾ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ നമുക്ക് ഈ ഒരു സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ ഒരു ടീനേജ് ടൈമിൽ തന്നെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാനും അതൊന്ന് കുട്ടികളെ അവെയർ ആക്കാനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വെരി നൈസ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് യു ആർ എ പ്രൊഫഷണൽ. യു ആർ ആസ്കിങ് ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം നമ്മുടെ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത് 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയാണ്. അത് ആ സമയങ്ങളിൽ ആ കുട്ടീനെ നമ്മൾ ട്രെയിനിങ് പോലെ ഒരു ആവശ്യത്തിന് ചിട്ടയുണ്ടായിരിക്കണം. പിന്നെ ഒരു ഡിപ്രൈവേഷൻ, മണി വാല്യൂ, ഉത്തരവാദിത്വ ബോധം, പിന്നെ സമയത്ത് പോവുക, പല്ല് തേക്കുക, എഴുന്നേക്കുക, കുളിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തെറ്റിപ്പോകുന്ന കാലങ്ങളാണ് ഇപ്പോൾ. കാരണം ഈ ഡ്രഗ് അബ്യൂസും ഇത് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടും അവർക്ക് മൊബൈൽ ഫോണും മീഡിയയിലൊക്കെ പോയിട്ട് ഇവരുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഒരു കുട്ടീനെ വളർത്തുമ്പോൾ ചിട്ടയോടെ വളർത്തണം. ആവശ്യത്തിനുള്ള മിലിറ്ററിയൊന്നും ചിട്ട വേണ്ട. ഇപ്പോൾ 6 hours ഉറങ്ങണം, ഇനി ഒരു 10-11 മണിക്ക് ഉറങ്ങണം, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേക്കണം. അതിന് ആ സമയത്ത് കിളികളൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് കേട്ടെഴുന്നേറ്റാൽ മതി. ആ കിളികൾ എടുക്കുന്ന സൗണ്ട് പോലും ഈ കുട്ടികൾ കേട്ടിട്ട് പോലും ഇല്ല ഇന്നത്തെ. അപ്പം നമ്മുടെ ബ്രെയിനിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചുകൾ വളരെയാണ്. രാവിലെ ഉണ്ടാവുന്ന കിളികളുടെ ശബ്ദങ്ങളും ആ പുലരിയിലുണ്ടാവുന്ന തണുപ്പും മഴയും ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് കാരണന്മാരെ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കാരണന്മാരുടെ കൂടെ നിന്ന് ഈ മഴക്കാലത്ത് ആ മഴ ആസ്വദിച്ച് എഴുന്നേറ്റ് പല്ല് തേച്ച് ചായയൊക്കെ ഒന്ന് ഊതി കുടിച്ച് മലയാള മനോരമയോ പത്രമോ ഏതെങ്കിലും ആയിക്കോട്ടെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ശീലം ആണ് ലൈഫിൽ ഉണ്ടാകുന്ന. അത് ആ സമയമുണ്ടല്ലോ, എഴുന്നേറ്റിട്ട് സ്കൂളിൽ പോകുന്നവരെയുള്ള സമയം നമ്മുടെ സമയമാണ്. അവിടെ ആരുമില്ല, ടീച്ചറും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ നിന്ന് അത് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളെ. അതുപോലെ പേരൻസ് കിടന്നുറങ്ങിയിട്ട് പിള്ളേരോട് മാത്രം എഴുന്നേൽപ്പിച്ച് വിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പേഴ്സണാലിറ്റി, മാഡം ചോദിച്ച ക്വസ്റ്റ്യന്, പേഴ്സണാലിറ്റി ഫോർമേഷൻ ഉണ്ടാകുന്നത് 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെ. അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് പേരൻസിനും ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനും സൈക്കോളജിസ്റ്റിനും ഇതുപോലെ മീഡിയസിലൂടെ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ തലയിൽ ഉറച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും.
വരും തലമുറകൾക്ക്. ഡോക്ടർ, ഇപ്പം അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിപ്പെൻഡൻസി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിട്ടും കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം ചെറുപ്പത്തിലെ പാരൻസും കൂടി ഇതിനു വേണ്ടിയിട്ട് അവെയർ ആയിട്ട് ഇരിക്കണം. അപ്പം ഒരു കുട്ടീനെ പഠനത്തിൽ ഇതൊക്കെ ബാധിച്ചു തുടങ്ങുമ്പോഴാണോ ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ ഭയങ്കര ബഹളം, ഗ്ലാസ് പൊട്ടുന്നു, പ്ലേറ്റ് പൊട്ടുന്നു, കഴുത്തിന് പിടിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ സൊസൈറ്റി ശരിക്കും ഒരു പേഷ്യൻറ്റിനെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഇവിടെ വരുമ്പോൾ എൻ്റെ ഈ കൺസൾട്ടേഷൻ റൂമിൻ്റെ പുറത്ത് അമ്മേനെ പിടിച്ച് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കുട്ടീനെ സിമ്പിളായിട്ട് ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. 11 വയസ്സുള്ള ഈ സ്ക്വയറിനകത്ത് കയറ്റി നിർത്തിയിട്ട് പറഞ്ഞ്, നീ ഇനി അമ്മയെ അടിച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഇഞ്ചക്ഷൻ നിന്നെ വെച്ച് ഞാൻ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കണ്ണൊക്കെ ഒന്ന് ഉരുട്ടി കാണിച്ചോളൂ എന്ന് പറഞ്ഞ് കരഞ്ഞ്. അവൻ പറഞ്ഞ്, എന്താണത്? അതൊക്കെ ഈ അപ്പന്മാർ ചെയ്യേണ്ട ജോലിയല്ലേ. ആ കുട്ടീനെ മര്യാദക്ക് ഒന്ന് വരുത്തി, ഇനി നീ അടിച്ചാൽ നിന്നെ ഈ ഇഞ്ചക്ഷൻ തരുമെന്നൊക്കെ പറഞ്ഞ് സിറിഞ്ചൊക്കെ കാണിച്ചൊന്ന് ഭയപ്പെടുത്തി. പിന്നെ അമ്മേനെ അടിച്ചിട്ടില്ല ആ കുട്ടി. അപ്പം നമ്മൾ ഈ പേരൻസിൻ്റെ ശിക്ഷണം വളർത്തുക. അവർ പറയുമ്പോൾ, ഈ കുട്ടികളോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ക്ഷമയോടെ ഒന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് ഫാദറിനും മദറിനും എല്ലാവർക്കും ഉണ്ടാവണം. അതിന് ഏറ്റവും നല്ലത് ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് റൂൾ തന്നെ ഉണ്ടാക്കണം. ആ സമയത്ത് നല്ല ഭക്ഷണങ്ങൾ അമ്മമാരെ ഉണ്ടാക്കി വെച്ചാൽ തീർച്ചയായും ഭർത്താവും പിള്ളേരും വന്നിരുന്നിരിക്കും. ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഒരു പഴംപൊരിയും, ചൂട് പഴംപൊരിയും ചായയും, രാത്രിയാണെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ വെജൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഓടി വരും. വറുത്ത മീനോ വറുത്ത ചിക്കൻ ഇതൊക്കെ കഴിച്ചാൽ എല്ലാവരും വന്നിരിക്കും. അതിന് പ്രത്യേകം വിളിക്കണമെന്നില്ല, മണം കേട്ട് ഓടിപ്പോന്നിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ നിൻ്റെ മുഖം എന്താണ് ഇത്ര വാടിയിരിക്കുന്നത്, എനിക്ക് എന്ത് പറ്റി സ്കൂട്ടിൽ? അപ്പോൾ അവർ പറയും, എനിക്ക് സാറ് വഴക്ക് പറഞ്ഞു എന്നാ, മറ്റേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പിള്ളേർ തമ്മിലുണ്ടാവുമല്ലോ. അത് കണ്ട് മനസ്സിലാക്കുകയും അതിന് തക്കതായ മറുപടിയും, അതൊന്നും സാരമില്ല മോനെ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, ഞാൻ വന്ന് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ അത് ഒരു ഫാമിലി ടൈം ആണ്. അത് ഈവനിങ്ങിൽ, ഇപ്പോൾ കാലത്തൊക്കെ ഓടിപ്പിടിച്ച് എല്ലാവരും പോവുകയാണല്ലോ, ഉച്ചക്ക് എല്ലാവരും സ്ഥലത്ത് ചെയ്യുക. വൈകുന്നേരം ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, നേരത്തെ കിടന്ന് ഉറങ്ങുക. ഇതൊക്കെയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ മാഡം ചോദിച്ച് കൂടുതൽ പറയണമെങ്കിൽ ഈ അവയർനെസ് ഇൻ പേരൻസ്. ഇന്നലെ എനിക്ക് ദുബായിൽ നിന്നൊരു പേഷ്യൻ്റ് വന്നു. അതിന് 3 ഡയഗ്നോസിസാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡിപ്രഷനുണ്ട്, MDD, മേജർ ഡിപ്രഷൻ. 2 ഇതുപോലെ അവോയ്ഡൻസ് പേഴ്സണാലിറ്റി. എന്ന് പറഞ്ഞാൽ പോകുന്നില്ല, എങ്ങും പോകുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു. 3 ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. പിന്നെ മരുന്നും കഴിക്കത്തില്ല. ഇങ്ങനെ പ്രശ്നങ്ങളായിട്ടാണ് വന്നത്. ഇവരുടെ വിചാരം ഈ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അസുഖമാണ്. ചേച്ചിയാണ് അനിയത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചി പറയുകയാണെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ബോർഡർ ലൈനായി. ഞാൻ പറഞ്ഞു, ഈ ഡിപ്രഷനും ബൈപ്പോളറൊക്കെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പേഴ്സണാലിറ്റി ആണല്ലോ. അത് മാഡത്തിന് ഇങ്ങനെ ഉന്മാദ അസുഖം എന്ന് പറയുന്ന ഉന്മാദ അസുഖവും വിഷാദസുഖവും എന്നാണ് ബൈപ്പോളർ. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഈ നുണ പറയല്, കോണ്ടക്ട് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇമ്പൾസീവ്, നുണ, ത്രെറ്റനിങ്, ഡിമാൻഡിങ്, ഇതെല്ലാം ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയേ ചിലർ പിള്ളേരൊക്കെ കൈ മുറിക്കും, കാല് മുറിക്കും, പിന്നെ ഈ മറ്റേ ഹാർപ്പിക്കൊക്കെ എടുത്ത് കുടിക്കും. അറ്റൻഷനും കെയറിനും വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഡിമാൻഡിങ്, ത്രെറ്റനിങ്, അതിലും വലിയ കുഴപ്പമാണ്. അപ്പം അതൊന്നും ആ കുട്ടിക്ക് ഇല്ല. ഞാൻ പറഞ്ഞതൊരു ചെറിയ ഡിപ്രഷനാണ്, മരുന്ന് കഴിക്കത്തില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് സമാധാനമായി. അതുപോലെ 4ഉം 3ഉം ഡയഗ്നോസിസും ഒന്നും ഉണ്ടാവില്ല, ഒരാൾക്ക് ഒരു ഡയഗ്നോസിസ് അല്ലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ പറഞ്ഞപ്പോൾ അവർ ഹാപ്പി ആയിട്ട് പോയി. ഡോക്ടർ, ഞാനിങ്ങനെ പോറിങ് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ ഗ്രാൻഡ് മദേഴ്സിന് ഓൾറെഡി അവരുടെ കുറേ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്, അവർ കടന്നുപോയ സിറ്റുവേഷൻസ് അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പരിധി വരെയെങ്കിലും അവർ നമ്മുടെ മദേഴ്സിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. മദേഴ്സ് അതിൻ്റെ ഒരു 50% കൂടി ഇപ്പോൾ ജനറേഷനിലുള്ള കുട്ടികളിലേക്ക് പോർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ചെയിൻ അത് ആർക്കെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും നല്ല ക്വസ്റ്റ്യൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോറിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ഈ ന്യൂ ജനറേഷനിൽ പെട്ട ആളായില്ല. സയൻറ്റിഫിക് ടേമും അല്ല, പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ.
ഇന്ന് രാവിലെയൊക്കെ ക്ലാസ് എടുത്തത്. അപ്പോൾ പോറിങ് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ പോറിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രായമുള്ളവർക്കൊക്കെ പ്രായമാകുമ്പോൾ പേടിയുണ്ടാവും, ധൈര്യം പോവും. അപ്പോൾ അവിടെ പട്ടി കുറച്ച് ഇതുണ്ടായി കഴിഞ്ഞാൽ അയ്യോ അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോയാൽ മറ്റേ ആൾ നോക്കും. പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെ പല പല റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ അത് കണ്ടായിരിക്കും ഈ കുട്ടികൾ വളരുന്നത്. അപ്പോൾ ഇവർ ധൈര്യം പോവുമല്ലോ. പക്ഷേ ഈ ചെറുപ്പം ആയ ഫാദർ പ്രത്യേകിച്ച് അച്ഛനാണ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ധൈര്യം കൊടുക്കേണ്ട ആൾ. അപ്പോൾ അച്ഛൻ പിടിച്ചിട്ട് ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, ലൈറ്റിൽ തന്നെ ഉള്ളൂ, ഇവിടെ നമ്മുടെ വീട് അങ്ങനെയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് നീ വായോ എന്ന് പറഞ്ഞ് യെല്ലോ ലൈറ്റ്സ് കാണിക്കാനെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി നടത്തുമ്പോഴാണ് ഇവർക്ക് ധൈര്യം ഉണ്ടാകുന്നത്. അത് ബ്രേക്ക് ചെയ്യണത് പറ്റുന്നത് ഈ അച്ഛനേ പറ്റുള്ളൂ. അമ്മൂമ്മമാരും പറയും മോളെ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ, അത് വരും ഇത് വരും, ആ കുട്ടി നിന്നെ വിളിച്ചാൽ നിൻ്റെ കാര്യം പ്രശ്നത്തിലാണ്, അവിടെ ക്യാമറയുണ്ട് ഇവിടെ ക്യാമറയുണ്ട്, ഫോട്ടോ എടുക്കും, കട്ട് ചെയ്യും, വേറെ സ്ഥലത്ത് കൊണ്ട് ഇടും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തും. പക്ഷെ ധൈര്യം കൊടുക്കുന്ന ബ്രേക്ക് ചെയ്യേണ്ട ആൾ ശരിക്കും ഒരു വീട്ടിലെ കാരണവരായ ഫാദർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പരിമിതികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഫാദർ വിചാരിച്ചാൽ അത് സാധിക്കും. പോറിങ് വരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഫാദർ കൂടി പാരന്റിങ് ആണെങ്കിലോ, ലൈക്ക് ഫീമെയിൽ സിംഗിൾ പാരന്റിങ് ആണെങ്കിലോ, ഫീമെയിൽസ് സിംഗിൾ പാരന്റിങ് ആണ്. സിംഗിൾ പാരന്റിങ് ആകുമ്പോൾ ഇത് കൂടുതലുണ്ടാവും. സാധാരണ ഈ അമ്മമാർ മാത്രമായിട്ട് വളർത്തിക്കൊണ്ട് വന്നാൽ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ചത് മീശക്കാരനെയും സൃഷ്ടിച്ചിട്ടുണ്ട്, മീശയില്ലാത്ത ആളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ഭാര്യ മീശയില്ല, പക്ഷെ ഭാര്യയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ക്ഷമ കൂടുതലുണ്ട്, സ്നേഹം കൂടുതലുണ്ട്, രാത്രിയും പകലും കുറുക്കുക ഇറക്കാനും ഇതൊക്കെ ആയിട്ട് അമ്മയാണ് എഴുന്നേക്കണം, ഈ മീശക്കാരനല്ല. മീശക്കാരൻ അവിടെ ഇങ്ങനെ കൈയും കെട്ടി കാർന്നൂരിൻ്റെ മാതിരി നിൽക്കുമ്പോൾ അവർക്ക് ധൈര്യമാണ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം സിംഗിൾ പാരൻറ്റിങ് ആകുമ്പോഴുള്ള കുഴപ്പം സ്നേഹം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ധൈര്യം കൊടുക്കേണ്ട ആൾ പിതാവ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആണുങ്ങൾക്ക് ഒരു പരിക്കൻ സൗണ്ടും ഒരു മീശയും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ ഒരുപാട് ഒരു 2 ലക്ഷം മദ്യപാനികൾ ചിരിച്ചിട്ടുണ്ട്. മദ്യപിച്ച് താഴെ കിടന്നാലും ഒരാളുണ്ടെങ്കിൽ ഭാര്യയ്ക്കും പിള്ളേർക്കും സന്തോഷമാണ്. പക്ഷെ ആൾ നിലത്ത് കിടന്നാൽ അത് വലിയ മോശം തന്നെ, ധൈര്യമില്ലാതെ ഇപ്പം പിള്ളേർക്ക്. അതേസമയം കസേരമേ കയറി ഇങ്ങനെ കൈയും കെട്ടി മാസ്റ്ററായിട്ട് ചുമ്മാ ഇരുന്നാൽ മതി, പിള്ളേർ പഠിക്കും, പിള്ളേർക്ക് ധൈര്യം വരും, സന്തോഷം വരും, ആ കുടുംബം വളർച്ചയുണ്ടാവും.